ഹായ്, അബു അരീക്കോടാണ്. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണ്. നിങ്ങളെപ്പോലെ തന്നെ രാജ്യത്ത് ഒരു സംഘപരിവാർ വിരുദ്ധ സർക്കാർ, ഒരു മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് കേരളത്തിനകത്തുള്ളത്. ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ മനോരമയുടെ എക്സിറ്റ് പോൾ സർവേ ഫലം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ടു. 2 മുതൽ 4 വരെ സീറ്റാണ് ഇടതുപക്ഷത്തിന് മനോരമ നൽകിയത്. 20 സീറ്റുകളിൽ 2 മുതൽ 4 വരെ സീറ്റുകൾ ഇടതുപക്ഷം ജയിക്കുമെന്നാണ് മനോരമ പറയുന്നത്. എന്തായാലും 4 സീറ്റ് വരെ UDF തോൽക്കും എന്ന് മനോരമ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനോരമയെ നമുക്ക് എല്ലാവർക്കും അറിയാം. കുപ്പിക്കും കോഴിക്കാലിനും വേണ്ടി ഈ നാടിനകത്തെ UDFകാർക്ക് വേണ്ടി എന്ത് വിടുപണിയും ചെയ്യുന്ന ഒരു ചാനലാണ് മനോരമ. UDFന്റെ അനൗദ്യോഗിക മുഖപത്രമായിട്ടാണ് മലയാള മനോരമ പത്രം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. എന്തായാലും മലയാള മനോരമയുടെ ഭാഗത്തുനിന്ന് ഇടതുപക്ഷത്തിന് അനുകൂലമായി ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ മനോരമയുടെ എക്സിറ്റ് പോൾ സർവേ ഫലം എന്ന് പറയുമ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും അതൊരു ഭൂലോക കോമഡിയാണ്. മറ്റെല്ലാ ഷോകളെക്കാളും, ഏതെല്ലാം തരത്തിലുള്ള റിയാലിറ്റി ഷോകൾ ഉണ്ടെങ്കിലും കോമഡി ഷോകൾ ഉണ്ടെങ്കിലും അതിനേക്കാളെല്ലാം കോമഡിയാണ് മനോരമയുടെ എക്സിറ്റ് പോൾ സർവേ ഫലം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്തെ മനോരമയുടെ എക്സിറ്റ് പോൾ സർവേ ഫലത്തിന്റെ ചില ഭാഗങ്ങൾ ഒന്ന് കേൾക്കാം. തവനൂരിൽ UDF സ്ഥാനാർത്ഥി ഫിറോസ് കുന്നംപറമ്പിൽ 42.9% വോട്ടുമായി മുന്നിൽ. 42.9% വോട്ടുമായി മുന്നിൽ. ഉടുമ്പൻചോല മണ്ഡലമാണ്, മന്ത്രി MM മണിയുടെ മണ്ഡലമാണ്. അവിടെ എന്തായിരിക്കും? അതിശക്തമായ പോരാട്ടമാണ് ഉണ്ടായത്. ഒടുവിൽ മനോരമ ന്യൂസ് VMR എക്സിറ്റ് പോൾ ഫലം പറയുന്നു. അവിടെ മന്ത്രി MM മണി പരാജയപ്പെടും എന്ന ഫലമാണ് മനോരമ ന്യൂസ് VMR എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അവിടെ തൃശൂർ മണ്ഡലമാണ് പരിശോധിക്കുന്നത്. LDFനായി CPIക്കായി ഇത്തവണ VS സുനിൽകുമാറിനെ മാറ്റിയത് LDFന് തിരിച്ചടിയാകും എന്ന് തന്നെയാണ് അവിടുത്തെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത്. അവിടെ ശക്തമായ ത്രികോണ മത്സരത്തിൽ ഇടതുമുന്നണി 3ാമതാകുമെന്നാണ് പ്രവചനം. വടക്കാഞ്ചേരി മണ്ഡലത്തിലേക്കാണ്. അവിടെ അനിൽ അക്കര MLA സിറ്റിംഗ് MLA മത്സരിക്കുന്നു. ഒപ്പം സേവ്യർ ചിറ്റലപ്പള്ളിയെ CPM ഇറക്കുന്നു. ഉല്ലാസ് ബാബു BJPക്കായി ഇറങ്ങുന്നു. അവിടെ അതിശക്തമായ പോരാട്ടത്തിനൊടുവിൽ സേവ്യർ ചിറ്റലപ്പള്ളിയെ അനിൽ അക്കര മറികടക്കും എന്ന് തന്നെയാണ് മനോരമ ന്യൂസ് VMR എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ഉദുമയിലേക്ക് വന്നാൽ അടുത്ത മത്സരത്തിനൊടുവിൽ അവിടെ UDF അട്ടിമറി എന്ന ഫലത്തിലേക്കാണ് മനോരമ ന്യൂസ് VMR എക്സിറ്റ് പോൾ ഫലം എത്തുന്നത്. തവനൂരിലും താനൂരിലും നിലമ്പൂരിലും ഉടമ്പൻചോലയിലും വടക്കാഞ്ചേരിയിലും അടക്കം നിരവധി സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് മനോരമ ന്യൂസ് ചാനൽ VMR സർവേ ഫലം ഇടതുപക്ഷത്ത് തോൽപ്പിച്ചത്. മന്ത്രി മണിയാശാനെ, സേവ്യർ ചിറ്റിലപ്പള്ളിയെ, ശൈലജ ടീച്ചറെ, KT ജലീലിനെ, PV അൻവറിനെ, അങ്ങനെ നിരവധി മനുഷ്യരെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളിൽ. ആര്? മലയാള മനോരമ. പക്ഷേ ഈ ആളുകളൊക്കെ ഇന്ന് നിയമസഭയിലുണ്ട്. മനോരമ തോൽപ്പിച്ച ആളുകളൊക്കെ നിയമസഭയിലുണ്ട്. ഇത്രയേ ഉള്ളൂ മനോരമയുടെ എക്സിറ്റ് പോളിന്റെ കാര്യം എന്ന് പറയുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്. ഒരുപാട് കോമഡി ഷോകൾ ഉണ്ടെങ്കിലും ആ കോമഡി ഷോകളെക്കാൾ ഭൂലോക കോമഡിയാണ് മനോരമയുടെ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. UDFന് അനുകൂലമായിട്ട്, അതായത് UDFനെ പിന്തുണക്കുന്ന ആളുകളാണ് മനോരമ ചാനൽ കാണുന്നത്. ആ ആളുകളെ സന്തോഷിപ്പിക്കണം. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസമെങ്കിലും അത്തരം ആളുകളെ ഒന്ന് സന്തോഷിപ്പിക്കണം, അത്തരം ആളുകളെ ഒന്ന് കയ്യിലെടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ മനോരമക്ക്. ഈ ആളുകളൊക്കെ നാളെ മനോരമ ചാനലിൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കാണണം. UDFന്റെ ആളുകൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് മനോരമ ചാനലിൽ കാണണം. അതിനു വേണ്ടിയിട്ട് ഈ ആളുകളെ പൊട്ടന്മാരാക്കുക എന്ന പണിയാണ് മനോരമ കുറെ കാലമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തന്നെയാണ് എടുത്തത്. മനസ്സിലായില്ലേ? എന്തായാലും മനോരമയുടെ എക്സിറ്റ് പോൾ സർവേ ഫലം ഇങ്ങനെയാണ് പറയുന്നത്. 2 മുതൽ 4 വരെ സീറ്റ് ഇടതുപക്ഷത്തിന്. എന്തായാലും മനോരമ പറഞ്ഞ ഈ സർവേയുടെ ഉൾട്ടയായിരിക്കും കാര്യങ്ങൾ. ഏറ്റവും ചുരുങ്ങിയത് 14 സീറ്റിൽ ഇടതുപക്ഷം ജയിച്ചിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അത്രമാത്രം ഇപ്പൊ പറയുന്നുള്ളൂ. ബാക്കി നമുക്ക് നാളെ പറയാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.